വീണ്ടും പ്രേക്ഷകരെ ചാനൽ ആൻഡേഴ്സിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്ന് വ്യത്യസ്തമായ ഒരു വിഷയം, സ്ട്രോമാൻ ഫല്ലസി എന്നൊരു കാര്യം കോളേജ് അധ്യാപകർ, വിദ്യാർത്ഥികൾക്കും അതിലേറെ ജേർണലിസ്റ്റുകൾക്ക്, ഇന്നത്തെ വാർത്താമാധ്യമങ്ങളിലുള്ളവർക്കെല്ലാം ഏറെക്കുറെ സുപരിതമായൊരു പദമാണ് സ്ട്രോമാൻ ഫല്ലസി. ഇത് രാഷ്ട്രീയ തലങ്ങളിൽ ലോകത്താകമാനം ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ്. അതിൻ്റെ വിപരീത ദിശകളും തെറ്റായ കാര്യങ്ങൾ അതിലുണ്ട്, നല്ല കാര്യങ്ങളല്ല. എങ്കിലും അതിനെക്കുറിച്ച് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ, പ്രത്യേകാൽ ഇന്ത്യയിൽ, കേരളത്തിൽ നടക്കുന്ന തികച്ചും ഹീനവും ലജ്ജാകരമായ ഒരു സംഭവമാണ് ഈ സ്ട്രോമാൻ ഫല്ലസി. മറ്റൊരു ഇംഗ്ലീഷ് പദമാണ് ഈ ഇഫ് യു കാൺ ബീറ്റ് ദം ഓർ ജോയിൻ ദം. ഒന്നുകിൽ നീ എന്നെ അല്ല ഞങ്ങളെ അടിച്ചു തോൽപ്പിക്കുക, ഇല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ചേരുക. ഞങ്ങൾ പറയുന്നതെല്ലാം മനസ്സാവാചാൽ അനുസരിച്ച് ഞങ്ങളോടൊപ്പം ചേരുക, ഇല്ലെങ്കിൽ ഞങ്ങളെ കീഴ്പ്പെടുത്തുക. ഇത് രണ്ടും എല്ലാവർക്കും ബാധകമാണെങ്കിലും എല്ലാവരും അങ്ങനെ ആകല്ല. മറ്റുള്ളവരോട് പക വീട്ടേണ്ടത് പകരം ചോദിച്ചല്ല, മറിച്ച് സ്വയം വിജയം വരിച്ചുകൊണ്ടായിരിക്കണം. അവഹേളനങ്ങൾക്ക് മുന്നിൽ വളഞ്ഞുപോയ നട്ടെല്ല് പ്രയോജനരഹിതമാണ്. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞതുപോലെ, കുരച്ചുകൊണ്ട് വഴി നിൽക്കുന്ന എല്ലാ നായ്ക്കളെ ഓടിച്ചിട്ട് എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. അതുകൊണ്ട് സ്ട്രോമാൻ ഫല്ലസി എന്നത് രാഷ്ട്രീയത്തിലാണ് ഉപയോഗിക്കുന്നത്. ഈ നമ്മുടെ അന്തരിച്ച ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാർ, എനിക്ക് രാഷ്ട്രീയത്തോടും മതത്തോടും താല്പര്യമില്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെടുന്ന, ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെ ഇടതുപക്ഷ ശിങ്കിടികൾ ചേർന്ന് അദ്ദേഹത്തെ വാഹനത്തെ കല്ലെറിയുകയും അവഹേളിക്കുകയും ചെയ്തത് കേരളം, ചരിത്രം ഒരു മനുഷ്യനും മറക്കുകയില്ല. ഇത് ഏറ്റവും കൂടുതൽ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം പലവട്ടം പലർക്കെതിരെ പ്രയോഗിച്ച ഹീനമായ ഒന്നാണ് ഈ സ്ട്രോമാൻ ഫല്ലസി. അതുകൊണ്ട് ഇത് വിശുദ്ധ ബൈബിളിൽ നൂറ്റാണ്ടുകൾക്ക് അപ്പോസ്തലൻ പൗലോസ് തീത്തോസിന് എഴുതിയ എഴുത്തിൽ ക്രേത്തരെക്കുറിച്ചൊരു അഭിപ്രായം 1-ാം അധ്യായത്തിലുണ്ട്. ക്രേത്തർ സർവ്വത അസത്യവാദികളും പെരുവയറന്മാരുമാണ്. മനസ്സിലായോ? ഇത് ഇന്ന് രാഷ്ട്രീയത്തിലും മത നേതാക്കന്മാർക്കുണ്ട്. പെരുവയറന്മാർ, അത് വ്യക്തിപരമായ കാര്യമെങ്കിലും മറ്റുള്ളവർക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ സർവ്വത, ജനിച്ചപ്പോൾ മുതൽ മരിക്കുന്നിടം വരെ പരമ്പരാപരമായി DNA വഴി തുടരുന്ന ആ ജനത്തിൻ്റെ സ്വഭാവം പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമുള്ള ഒരു തെറ്റായ നയങ്ങളാണ് ഈ പറയുന്നത്. എന്ന് വെച്ചാൽ അവരുടെ മുമ്പിൽ ലഭിച്ചിരിക്കുന്ന ചെറിയൊരു കാര്യത്തെ ഊതിപ്പെരിപ്പിച്ച്, എക്സാഗ്രേറ്റ് ചെയ്ത് ഊതിപ്പെരിപ്പിച്ച് സത്യത്തെ അസത്യമായും അസത്യത്തെ സത്യമാക്കിയും അവർ സമൂഹത്തിനു മുമ്പിൽ പെരുപ്പിച്ച് കാണിച്ച് അവഹേളിക്കുന്ന, വ്യക്തിഹത്യ നടത്തുന്ന, വ്യക്തിക്കെതിരെ, സമൂഹത്തിനെതിരെ, ഒരു കുടുംബത്തിനെതിരെ നടത്തുന്ന പലതരത്തിലുള്ള വിഷയങ്ങൾ ലോകത്താകമാനം നാം കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇപ്പോഴും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA-ക്കെതിരെ ക്രമമായി ചില ആരോപണങ്ങൾ, എന്ന് വെച്ചാൽ ക്രമമായി സീരിയലായിട്ട് ഗർഭം ധരിക്കപ്പെടുന്ന ഒരവസ്ഥ ലോകത്തിലെങ്ങും നടക്കാത്ത നിലയിൽ നമ്മൾ ഒരാൾക്കെതിരെ കുറ്റം ആരോപിക്കുമ്പോൾ ന്യായമായ തെളിവ് വേണ്ടേ? കേൾക്കുന്ന ജനങ്ങൾക്കത് സത്യമാണെന്ന് തോന്നണ്ടേ? ഈ കുറ്റം ആരോപിക്കുന്നവർക്ക് മാത്രമല്ല, കേൾക്കുന്നവർക്കും തോന്നണ്ടേ? സ്ഥിരമായ പ്രവർത്തനങ്ങളും സൗഹൃദങ്ങളും ശൈലികളും തുടരുന്നവർക്ക് പുതിയൊന്നിനെ സ്വീകരിക്കാൻ അല്പമായ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് കേൾക്കുന്നതല്ല, അങ്ങനെ വിശ്വസിക്കരുതെന്ന് കേരളത്തിലെ പ്രബുദ്ധരായ ജനത്തോടും മത സമുദായ സഭ വിഭാഗത്തിൽപ്പെട്ടവരോട് പറയട്ടെ. സ്ട്രോമാൻ ഫല്ലസി, കച്ചിത്തുരുമ്പെന്നാണ്. അതായത് ലളിതമായൊരു വിഷയത്തെ നിങ്ങൾ ഊതിപ്പെരുപ്പിച്ചത്, നിങ്ങൾക്ക് നേരിട്ട് വ്യക്തിബന്ധമില്ലാത്ത ആർക്കൊക്കെയോ നിങ്ങൾ ആക്ഷേപിച്ച് അവരുടെ സ്വസ്ഥത, സമാധാനം, കുടുംബജീവൻ നശിപ്പിക്കുന്ന വൃത്തികെട്ട ഇടപാടാണ് സ്ട്രോമാൻ ഫല്ലസി. അതിന് തന്നെ മറ്റൊരു ഇംഗ്ലീഷ് പദമാണ് അഡ്ഹോമിനം ഫല്ലസി. എന്ന് വെച്ചാൽ വാദങ്ങളെ ലഘൂകരിക്കുക, പെരുപ്പിച്ച് കാണിക്കുന്നത്, എതിർകക്ഷിയെ നിഷ്പ്രഭവമാക്കുന്ന രീതിയാണ് ഇത് രണ്ടും. അതില്ലാതാകട്ടെ. സമൂഹം നല്ല നിലയിൽ ജീവിച്ചു പോകട്ടെ.